ഒരു ഒന്നൊന്നര ട്രക്കിംഗ് ആയിരുന്നു. എത്ര നമ്മൾ റിസ്ക് എടുത്താലും അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അതാണ് ട്രക്കിങ്ങിൻ്റെ. അപ്പോൾ ഗൈസ് ഇന്നലെ രാത്രി എന്തോ ഒരു ഹാലിൽ ഇവിടെ എത്തി. രാത്രിയല്ല, കുറച്ച് ഇരുടായി. എന്തോ ഒരു ഹാലിലെത്തി. ഈ വില്ലേജിലായിരുന്നു എത്തി. ഇതാണ് വില്ലേജ്. കുറേ ആൾക്കാർ സൈഡായി ഇവിടെ എത്തുമ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ ഇന്നൊരു 10 കിലോമീറ്റേഴ്സും കൂടിയും പിടിച്ചാൽ നമുക്ക് ബോക്സ് കൊണ്ടോ എത്തുന്നതാണ്. അപ്പോൾ ഇന്നൊരു 10 കിലോമീറ്റേഴ്സും കൂടി പിടിക്കണം. ഇത് ഇന്നലെ ഇരുടായതുകൊണ്ട് മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വില്ലേജ്. ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലായത്. 360 ഡിഗ്രിയിൽ മലേൻ്റെ നടുവിലാണ് ഈ വില്ലേജ് വരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തോട്ട് ഈ മലയാണെന്ന് തോന്നും കയറി പോവേണ്ടി. അപ്പോൾ സോ ഫാർ സോ ഗുഡാണ്. എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഞാൻ ബാഗ് നൈസിൽ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വാമപ്പായിട്ട് നല്ല ട്രയലൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ അതിൻ്റെ അടുക്ക് വേറൊരു കോമഡി ആയിരുന്നു. എന്താ വെച്ചാൽ മറ്റേ ബാഗ്, എൻ്റെ ചെറിയ ബാഗുണ്ട്, മറ്റേ ബാഗിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടതായിരുന്നു. വലിയ ബാഗിൻ്റെ മുകളിൽ തൂക്കിയിട്ടായിരുന്നു. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്ത് റെസ്റ്റ് എടുത്തു. മറ്റവരെ വെയിറ്റ് ചെയ്ത് അവരെ കാണാണ്ടപ്പോൾ വീണ്ടും നമ്മൾ മൂവ് ഓൺ ചെയ്ത് അങ്ങനെ കുറച്ചപ്പുറം എത്തിയപ്പോൾ പിന്നെ അവർ വന്നിട്ട് പോകാമെന്നുള്ള രീതിക്ക് ഒരു അത്യാവശ്യം ഇരിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലം കണ്ടപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മനസ്സിലായത് നേരത്തെ ഇരുന്നിടത്തിൽ ബാഗ് എവിടെ വീണ് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് കുറച്ചുള്ള ഒരു 1 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഒരു ട്രയലാണ്. അത്യാവശ്യം ടയറിങ് ആയിരിക്കും. ഓൾറെഡി ടയേർഡായി നിൽക്കുമ്പോഴാണ് ഈ സിറ്റുവേഷൻ വന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നതായിക്ക് ബാക്കിലുണ്ടായിരുന്നവരെ കണ്ട് വിനായകിനെയും നദീറിനെയൊക്കെ. അങ്ങനെ പോയി. രാത്രി അങ്ങനെയാണ് ഇരുടായി ബാക്കിലോട്ട് പോയി. വെയിറ്റൊക്കെ അടിച്ച് ബാഗ് കണ്ടുപിടിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എക്സ്ട്രാ ആയി. ആ 2 കിലോമീറ്റർ എക്സ്ട്രയിൽ തീർന്ന് എങ്ങനെയൊക്കെ ഈ വില്ലേജിലെത്തി. അപ്പോഴത്തേക്ക് ബാക്കി 2 ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വില്ലേജിൽ. ഞാനും വിനായകും നദീറായിരുന്നു ഇതാക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്താ പരിപാടി? പോവല്ലേ? ഇന്നൊരു 10 കിലോമീറ്റേഴ്സ് അല്ലേ? ഇന്നലെ 20 കവർ ചെയ്തിട്ടുണ്ട്. 10 ഈസി. ഇതാണ് ഗൈസ് അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ്. നമ്മൾ താമസിച്ചത് ഇതാണ് ഇവിടുത്തെ വില്ലേജസ്. അവരുടെ കിച്ചണാണ്. കിച്ചൺ സെറ്റപ്പും ഫുഡ് കഴിക്കുന്ന സെറ്റപ്പുമാണിത്. ഞാൻ MK നദീർ അഹ്മദ്. ഇതാണ് നമ്മൾ താമസിച്ച സെറ്റപ്പ്. ഇത് നേരത്തെ കാണിച്ച കിച്ചൺ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ കിടന്നത്. ഈ സെറ്റപ്പിനാണ് ഇന്നലെ കിടന്നത്. 4 ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ടു. നൈസായിരുന്നു. ഭയങ്കര വാമായിരുന്നു. തണുപ്പൊന്നും അങ്ങനെ അറിഞ്ഞില്ല. 7 ഡിഗ്രി അങ്ങനെ ആയിരുന്നു ഇന്നലെ നൈറ്റ്. All good, Nidal? Yes, let's go. Ready for the next day? Yes, next race. Okay, set. ഇതില് പേരറിയോ? ഇത് നേപ്പാളിയാടാ. ഇതല്ല പേരെന്താ മുപ്പരെ? അല്ലാ പേരിട്ടില്ല. उसका नाम क्या है? इसका ദിയാൻ. മോഡേൺ പേരാണല്ലോ. ദിയാൻ, നേപ്പാളി ദിയാൻ. അപ്പോൾ ഇന്നത്തെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ബാക്കിൽ വരുന്നുണ്ട് നിദാലും വിനായകും. ഇന്നത്തെ പറഞ്ഞ പോലെ
ആ 10 കിലോമീറ്റേഴ്സ് കവർ ചെയ്യണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് ആക്കാമെന്നാണ് പറഞ്ഞത്. മാഗി എങ്ങാനും കുക്ക് ചെയ്യണം, സെറ്റാക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 3 കിലോമീറ്റർ അപ്പുറത്ത് ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് എന്താ മരുന്നിട്ടോ നോക്കാം. ഫുഡടി പരിപാടിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് സെറ്റാക്കും. ഇതാലേ ഒക്കെ അല്ലേ ഇന്നത്തെ നേരത്തെ തന്നെ. എന്താണ് ചായ? കോഫി, കോഫിയും മാഗിയും സെറ്റ് ചെയ്യാം. മാഗി റെഡി ആയിക്കൊണ്ടിരിക്കണു. നിദാൽ അടുത്ത സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കുന്നു. കയ്യിലുള്ള എല്ലാ മസാലയും ചാമ്പുണ്ട്. ഇതൊക്കെ ഇതിനകത്തുള്ള മസാലയാ. യെസ്, കളിക്കുന്ന കളിയാണ്. സെറ്റാവും. അപ്പം തന്നെ കുക്കായല്ലോ. അപ്പോൾ കോഫി റെഡി, മാഗി റെഡി, നമ്മൾ അടി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ്. ഫുഡ് അടി പരിപാടി കഴിഞ്ഞു. ലെറ്റ്സ് കണ്ടിന്യൂ ദി ട്രക്ക്. ലെറ്റ്സ് ഗോ. കിടിലൻ കഴിച്ച സമൂസയും ജിലേബി. 50 സമോസ. ഒരു സമൂസ കയ്യിൽ അതന്നെ സമൂസ. പപ്സാ ചീസോ ഓ നോട്ടെ. ചൂടാണ്. ഓഹോ ആ നീണ് പൂവിന്റെ ഫ്ലേവർ വരുന്നുണ്ട്. ജിലേബിയാണ്. സമൂസക്ക് ഒരുമാതിരി അപ്പോൾ സോഫാർ എങ്ങനെ ഉണ്ട്? ഇതാലേ സോ ഗുഡ് ബ്രോ. ഫുഡ് അടിച്ചപ്പോൾ സെറ്റ് ആയില്ലേ? ഫുഡ് അടിച്ചപ്പോൾ ഓൾറെഡി ഗുഡ് സെറ്റ്. ഇനിയൊരു 5 ഇന്നലെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. കാരണം 20 കിലോമീറ്റർ നമ്മളെല്ലാവരും ട്രക്ക് ചെയ്തിട്ട് ആകെ സൈഡായി. ഇന്നിപ്പോൾ അതാ ഒരു 5 കിലോമീറ്റർ കൂടി കാണുന്ന എല്ലാവരോടും ഇത് വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല ട്രക്കിങ്. അതെ, അതുമല്ല നമ്മൾ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്നതിനെക്കാട്ടിയും 100 ഇരട്ടി ഭംഗിയാണ് കണ്ണുകൊണ്ട് കാണുന്നത്. ഇത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ സാധനം കിട്ടുന്നില്ല. എന്താ പറഞ്ഞ അന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നല്ലാണ്ട് കാണിച്ച് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റൂലത്. അതുമാതിരി സാധനം. എന്തായാലും 5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടുന്ന് ഫുഡ് അടിച്ച് ഒന്ന് ലേക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി സെറ്റാക്കണം. ഹലോ, നമസ്തേ. നമസ്തേ. ഫൈൻ. ആ ഇവിടെ ഉണ്ടല്ലോ ഫറ്. ഏതോ യാക്കിൻ്റെ ഫറുണ്ട് ഇവിടെ. എത്താനായി ഏകദേശം. आपका नाम क्या है? आपका नाम? अच्छा. മാറ്റിയിട്ടുണ്ട്.
പറയണ കേൾക്കണുണ്ടോ അറിയില്ല, മൈക്കില്ല. വ്യൂ ഫ്രം ഹിയർ മാൻ, സ്വർഗം. ഓ സ്വർഗം സ്വർഗം. കിടിലം കാറ്റാണ്, കിടിലം കാറ്റ്. ഒടുവിൽ എത്താനായി ഗൈസ്. ആൾട്ടിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? വാട്ടർഫോൾ അവിടെ ഉള്ളത്, ഇത്രയും ദിവസം കണ്ട സ്ട്രീമിൻ്റെ വാട്ടർഫോൾ അവിടെയുള്ളത്, അതിൻ്റെ ഈ മുകളിലുള്ളത്. ഇനി ഈ സ്ട്രീം വരുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് നമ്മളെ പോക്സുണ്ടോ, അവിടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് തന്നെ ഒരു 1/2 hour കൂടി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. സെറ്റ്. സത്യം പറയാലോ, സ്വർഗത്തിലെത്തിയ പോലെ എനിക്ക് തോന്നുന്നു. ഇടില മലൻ്റെ ഏറ്റവും ടോപ്പിലാണ് ആലോചിക്കണം. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ താഴെ ഇവിടെ നിൽക്കണ മാതിരിയുണ്ട്, പക്ഷെ ഇത് അത്യാവശ്യം നല്ല ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. മലൻ്റെ മുകളിലാണ് ഇങ്ങനെ സ്ഥലങ്ങൾ. ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. സോ ഫാർ സോ ഗുഡ്. 10 more minutes to ഷേപ്പ് പോസ്കുണ്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പീസ്. ഇത്രയൊരു സമാധാനം വേറെ എവിടെയും കിട്ടും എനിക്ക് തോന്നുന്നില്ല. നല്ല സുഖമുള്ള ക്ലൈമറ്റും ഒരു ചെറിയ കാറ്റും കിടിലം വ്യൂ. എങ്ങോട്ട് നോക്കിയാലും വ്യൂ, അവിടേക്ക് നോക്കിയാലും വ്യൂ, ഇങ്ങോട്ട് നോക്കിയാലും വ്യൂ, എങ്ങോട്ടേക്ക് നോക്കിയാലും വ്യൂ. സെറ്റ്. അവതരിപ്പിക്കുന്ന നാടകം ഞങ്ങൾ അങ്ങനെ പക്സുണ്ടയുടെ മെയിൻ ഗേറ്റിലെത്തിയിരിക്കുന്നു. പ്രമാണിച്ച് ഞങ്ങളൊരു ഡാൻസ് കളിക്കുന്നതാണ്. Hey Nizal, come and dance. അല്ല, അത് ഉള്ളിൽ വന്നതാ. ഫൈനലി എത്തി മക്കളെ. എന്താണ് ഈ കാണുന്നേ? ഇതാലേ എന്താണ് ഈ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടണമെങ്കിൽ ശ്വാസമൊക്കെ തളരണോ? എത്തി എത്തി. ഈ വില്ലേജ് കാണുമ്പം കിട്ടുന്ന ഒരു സുഖം റബ്ബേ, അത് വേറെ. അത് നോക്കി സൂം ചെയ്ത് കൊടുക്ക്. ഹലോ. ഓ ഹലോ ഗൈസ്.
ഇതാലോണായി അത് പൊടി. വില്ലേജ് നോക്കു മോനെ, ലോകത്തിലൊരു വില്ലേജിനും കിട്ടൂല അത്ര ഭംഗി. ഇതുവരെ വന്ന് താണ്ടി വന്നത് വില്ലേജിന്റെ ഈ ചെക്ക റാഞ്ചിയൊക്കെ വെച്ച് നോക്കുമ്പോ ഈ പോക്സുണ്ടോ എന്ന് പറയുന്നത് വ്യത്യസ്ത ഒരു വില്ലേജാ. ഗാവ് गाँव बोलते हैं हिंदी में. ये गाँव तो बहुत अच्छा है भैया, बहुत सुंदर है, क्योंकि हम लोग बहुत सफ़र करके इधर आया and it is worth it man, and it is worth it. ഓ സീനില്ലേ എന്റെ ബാഗ് ഇവിടെ എത്തിയപ്പോ എന്നെ കെട്ടി പിടിച്ച്, ഞാൻ ഇവിടെ എത്തിയോണ്ട് എന്നെ കെട്ടി പിടിച്ച് എന്റെ ബാഗ് എടുത്ത് അതിന്റെ വിഷ്വൽസ് ഉണ്ട്, അത് ആഡ് ചെയ്യാ. അത് വിഷയത് മൂപ്പര് ബാഗും കൊണ്ട് പോയി, ഇനി ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. ഓ ഒരു ഒന്നൊന്നര ട്രക്കിംഗ് ആയിരുന്നു. എത്ര നമ്മള് റിസ്ക് എടുത്താലും അതിന്റെ ഒരു സന്തോഷം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അതാണ് ട്രക്കിങ്ങിന്റെ. നമ്മള് ഫസ്റ്റ് ആണ് നമുക്ക്. പക്ഷേ ഇനി എന്റെ ഫസ്റ്റ് ട്രക്കിംഗ് തന്നെ എന്താ പറയാ, ഈ പ്രൊഫഷണൽ ആയിട്ട് മൗണ്ടനിയറിംഗ് പഠിച്ച നദീർ വരെ പറഞ്ഞത് മോഡറേറ്റ് ട്രക്കിംഗ് ആണ്, ബേസിക് അല്ല, മോഡറേറ്റ് ആണ്. അപ്പൊ അത്യാവശ്യം നമ്മളത് വെച്ച് നോക്കുമ്പോ ഇതൊരു ഇത് നമുക്ക് മോഡറേറ്റ് അല്ല, മോഡറേറ്റ് അല്ല. ഈ വീട്ടില് വെറുതെ അത് മോഡറേറ്റ് മേലനങ്ങാത്ത അമ്മക്ക് ഇതൊരു ഒന്നൊന്നര ട്രക്കിംഗ് ആ. ഒരപ്പുറത്തെ പീഡിയ പോണെങ്കിൽ നമ്മള് സ്കൂളിന്റെ കാറിന് പോകുമല്ലോ 500 മീറ്റർ. വില്ലേജ് രക്ഷയില്ല. നമ്മള് നിക്കാൻ പോണ സ്ഥലം ഇതാണ്. അതാണ് ഇതാല്ല ബാഗ് കൊണ്ടുപോയി മുത്ത്. മുത്തു ഇതാണ് മക്കളെ നമ്മള് നിക്കാൻ പോണ സാധനം. ഒയ്യോ മൂട് ഹട്ട്. എന്താ അറിയില്ല, അത് ഒരു എന്താ മന്ദിറാണോ എന്തോ. ഒരു ടെമ്പിള്, ഒരു മന്ദിർ നോക്കിക്കേ. അതേതാ വ്യൂ മോളിനാക്ക അപ്പാപ്പ നോക്കിട്ട് പ്രാർത്ഥിക്കുന്ന എന്തായാലും വിളി കേക്കുന്നു, അത്ര മോളിലല്ലേ. 4000 അടിയല്ലേ നമ്മള്. കിടിലം വ്യൂ ആ മോളിൽ എന്ന് പറഞ്ഞാൽ ലേക്കിന്റെ വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോയോക്കട്ടെ. ഇതാണ് നമ്മളെ സ്റ്റെപ്പ്, കേറി നോക്കട്ടെ. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മളെ റൂം. കറക്റ്റ് 5 ആക്കുള്ള ബെഡ് സ്പേസ് ഉണ്ട്, അടിപൊളി റൂം. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം വരാൻ. ഇതിൻ്റെ മോനെ സന്തോഷം എന്ന് പറഞ്ഞാണ്ടല്ലോ അറ്റ് പീക്ക്. ഇതിൻ്റെ മുകളിൽ വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞ കേക്ക്. അത് കയറി നോക്കാം. ചെല്ലോ 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 ചെല്ലോ. എൻ്റെ മോനെ ഞാൻ ഇപ്പം എന്താ കാണുന്നതെന്ന് ഞാൻ മുകളിലെത്തിയിട്ട് കാണിച്ചതാ. എൻ്റെ മോനെ ഇവിടെ 2 ദിവസം നിന്നാലോ. വൈഫൈ ഒന്നും വേണ്ട മുത്തേ. സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതാ ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇതും കൊള്ളാം, മതി. ഇത്രയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. അതാ മച്ചാനെ ലേക്ക്. ഓ ഓരോ റൂഫിലും ആ ഒരു വീടാടാ, ചില്ല് ചെയ്യാ റൂഫിന്റെ മുകളിൽ. അതുണ്ടോ മന്ദിർ. ഇതാലും അറിയാ ആ മന്ദിർ എന്നൊക്കെ പ്രാർത്ഥിച്ച എന്തായാലും ദൈവം കേൾക്കുന്നു. കാരണം അമ്മാതിരി മുകളിലാണ് അതുള്ളത്. ഞാനൊക്കെ കടലിലെടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നത്. അയ്യോ എടാ ഞാൻ പറഞ്ഞില്ലേ ഈ വില്ലേജിന്റെ വ്യൂ എന്നാടാ അത് കണ്ടോ. അവിടെ നമ്മളെ ബ്രിഡ്ജ് ഉണ്ട്, അതാ. ആ ഫോട്ടോ കണ്ടത് തന്നെ. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ്. ഇത് റൂഫുമല്ലാട്ടോ മൂപ്പര് നടക്കണ്. ഇത് മൂപ്പര വീടിന്റെ റൂഫാണ്. മുറ്റത്തുകൂടി നടക്കണ ഏരിയ നടക്കണ്.
ഞാൻ ഭയ്യ ഊപ്പർ ആച്ച കിടിലം വ്യൂ ലേക്ക് വ്യൂ വേമ്പ ഞാനിത് എവിടെ കിടക്കണേ അളിയ വ്യൂ ലേക്ക് അവിടെ ഇവിടെ ഇത്രയും നേരം ട്രെക്ക് ചെയ്ത് വന്നിട്ട് ഇത്രയും ദിവസം ഇത്രയും കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് ഈ ഡെസ്റ്റിനേഷനിലെത്തി കിടിലം വില്ലേജിൻ്റെ കാഴ്ചകളും ഈ വ്യൂവും കണ്ടിട്ട് ഇവിടെ കിടക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ എവിടെയും കിട്ടാൻ പോണില്ല മുത്തേ.